നമസ്കാരം, എല്ലാവർക്കും ജി ട്രയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതിയിൽ വേഴാമ്പലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എത്ര പോയാലും മടുക്കാത്ത ഒരിടമാണ് നെല്ലിയാമ്പതി. കോടമഞ്ഞും നൂൽമഴയും ഒക്കെയായി ഇവിടെ എന്നും അതിശയിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ഇവിടേക്ക് പോകുന്നതിന് മറ്റൊരു കാരണമുണ്ട്. വേഴാമ്പലുകളുടെ ബ്രീഡിംഗ് ടൈമാണിത്. സംസ്ഥാന പക്ഷിയെ ഒന്ന് കാണുകയും പറ്റിയാൽ കുറച്ച് ചിത്രങ്ങൾ എടുക്കുകയും വേണം. ഇത് ഒരു ചെറിയ വീഡിയോ ആണ്. വേഴാമ്പലിനെ തപ്പിപ്പോയപ്പോൾ യാദൃശ്ചികമായി കണ്ട വേറെ കുറച്ച് പേരും ഈ വീഡിയോയിലുണ്ട്. ഏതായാലും രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു. നെന്മാറ കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോൾ തന്നെ നെല്ലിയാമ്പതി മലനിരകൾ കണ്ടു തുടങ്ങി. പോത്തുണ്ടി ഡാമൊക്കെ പിന്നിട്ട് നെല്ലിയാമ്പതി ചുരം കയറാൻ തുടങ്ങി. കയറി തുടങ്ങിയപ്പോൾ തന്നെ വഴിയരികിൽ ധാരാളം കുരങ്ങന്മാർ നിൽപ്പുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആക്റ്റീവായിരുന്നു. കുട്ടിക്കുരങ്ങന്മാരുടെ കളികളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ടേക്ക് പോയി. തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് വെറുതെ ഒന്നിറങ്ങി. വെയിലുണ്ടെങ്കിലും കാറ്റിനൽപ്പം തണുപ്പ് കൂടിയുണ്ട്. തേയിലത്തോട്ടം പിന്നിട്ട് കാരപാറയ്ക്ക് പോകുന്ന വഴിയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലെത്തി. അപ്പോഴാണ് മറ്റൊരു കൗതുകം ഞങ്ങളെ കാത്തിരുന്നത്. ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പതിയിലാണ് നിൽക്കുന്നത്. നെല്ലിയാമ്പതിയിൽ ഞങ്ങൾ വേഴാമ്പലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ ഒരു രസകരമായൊരു കാഴ്ച കണ്ടത്, ഇതാ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റും. ഇവിടെ മുഴുവൻ കാപ്പിച്ചെടികളും പൂത്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നല്ല ഈ കാപ്പി പൂത്തതിൻ്റെ നല്ല മണമാണ്. ഞാൻ ആ കാപ്പി പൂത്തതിൻ്റെ ചിത്രങ്ങൾ നിങ്ങളെന്ന് കാണിച്ചു തരാം. കാപ്പിപ്പൂവിന്റെ ഗന്ധത്തിൽ മയങ്ങി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് മരത്തിന്റെ ശിഖരത്തിലിരുന്ന് ഒരു മലയെണ്ണാൻ എന്തോ കഴിക്കുന്നത് കണ്ടത്. പഞ്ഞിമരത്തിന്റെ കായാണ്. വളരെ സൂക്ഷ്മമായി അതിലെ പഞ്ഞിയൊക്കെ കളഞ്ഞ് ആശാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. ആ ഇരിപ്പിനെ ശല്യപ്പെടുത്താതെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു. പോകാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരാൾ കൂടി ശിഖരത്തിലിരുന്ന് എന്തോ കഴിക്കുന്നത് കണ്ടത്. മരത്തിന്റെ കായ്കളാണ്. എല്ലാ ജീവികൾക്കും പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ആഹാര സാധനങ്ങളുണ്ട്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അവ കണ്ടെത്തി കഴിക്കുക എന്നതാണ് പ്രകൃതിയിലെ അവയുടെ അതിജീവനം. നാം കുറച്ചു മുമ്പ് കണ്ട കുരങ്ങന്മാരും ഇതുപോലെ തന്നെയാണ്. എന്നാൽ വഴിയരികിൽ സഞ്ചാരികൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ശീലിക്കുമ്പോൾ പ്രകൃതിയിലെ അവയുടെ അതിജീവന ശേഷിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് വന്യജീവികൾക്ക് ആഹാരം കൊടുക്കരുത് എന്ന് പറയുന്നത്. കാർ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ തൊട്ടപ്പുറത്തായി 2 കരിങ്കുരങ്ങുകൾ ഇരിക്കുന്ന കണ്ടു. ഒരു കാലത്ത് ഔഷധ ഗുണമുണ്ട് എന്ന വ്യാജ പ്രചരണത്തിന്റെ മറവിൽ ഇവയെ വ്യാപകമായി വേട്ടയാടിയിരുന്നു. ഇന്ന് വനം വന്യജീവി നിയമങ്ങൾ കർശനമായതോടുകൂടി അത്തരം പ്രവണതകൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം. രാവിലത്തെ തീറ്റ തേടലിന് ശേഷം ഇലച്ചാർത്തുകളുടെ മറവിൽ വിശ്രമിക്കുകയാണവർ. പതിയെ വെയിൽ വന്നു തുടങ്ങിയപ്പോൾ തേയിലച്ചെടികൾക്ക് മുകളിൽ കയറി വെയിൽ കായുന്ന 4 മയിലുകളെ കണ്ടു. അനക്കമില്ലാതിരിക്കുകയായിരുന്നു. ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടപ്പോഴാണെന്ന് തോന്നുന്നു 3 പേർ തേയിലച്ചെടികൾക്കിടയിലേക്ക് മറഞ്ഞു. പരിസരം നിരീക്ഷിച്ച് ഒരാൾ മാത്രം തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തായി ഒരു ജംഗിൾ ഔളിൽ ഞങ്ങളെ കണ്ടു മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. കുഴപ്പക്കാരല്ല എന്ന് തോന്നിയതുകൊണ്ടാവും വീണ്ടും തന്റെ പഴയ ഇരിപ്പ് തുടർന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ചിറകുകൾ കൊണ്ട് വസന്തം നിൽക്കുന്ന ആ പക്ഷികളുടെ രാജാവിനെ ഞങ്ങൾ കണ്ടെത്തി. കേരളത്തിന്റെ അഭിമാനമായ മലമുഴക്കി വേഴാമ്പൽ. നമ്മൾ പറയാറുണ്ടല്ലോ, ആനയും കടലും എത്ര കണ്ടാലും മതിവരില്ല എന്ന്. ഒരുപക്ഷെ മലമുഴക്കി വേഴാമ്പലിനെ കൂടി ആ ഗണത്തിലേക്ക് കൂട്ടേണ്ടി വരും. അത്ര ഗംഭീരമാണ് അവയുടെ കാഴ്ച. ചിറക് വിടർത്തുമ്പോൾ തന്നെ ആ ഗാംഭീര്യം നമുക്ക് കണ്ടറിയാം. തലയിലെ കിരീടവും ചുറ്റുപാടുകളെ പ്രകമ്പനം കുളിക്കുന്ന ചിറകടിയും മലകൾ മുഴങ്ങുന്ന ശബ്ദവുമായി അവ ഞങ്ങൾക്ക് മുമ്പിൽ പലതവണ എന്നാൽ ആ ഫോട്ടോ എടുത്തോ എന്ന മട്ടിൽ നിന്നു തന്നു. തൊട്ടടുത്ത് കൂടുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. എന്നാൽ തൽക്കാലം അതിന്റെ വീഡിയോസ് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. നെല്ലിയാമ്പതിയിലേക്ക് വന്നപ്പോൾ തന്നെ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്ന സന്തോഷത്തിൽ ഞങ്ങൾ തിരികെ ഇറങ്ങി. നെല്ലിയാമ്പതി എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കൽ പോലും നിരാശപ്പെടുത്തിയിട്ടില്ല. തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും മലനിരകളും ഒക്കെ നിറഞ്ഞ ഇവിടെ നിരവധി വ്യൂ പോയിന്റുകളും കാഴ്ചകളും ഒക്കെയുണ്ട്. എന്നാൽ ഈ യാത്ര വേഴാമ്പലുകൾക്ക് വേണ്ടി മാത്രമായതിനാൽ മറ്റൊന്നിനും സമയം കളയുന്നില്ല. ജി ട്രയൽസിൻ്റെ ഈ അധ്യായം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം.
ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ.